കഴിഞ്ഞ 22 ദിവസമായ ആശാവർക്കർമാരുടെ സമരത്തിലാണ് ഇപ്പോൾ നിയമസഭയിലേക്കുള്ള മാർച്ചായി മുന്നോട്ടേക്ക് പോവുകയാണ്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അല്പസമയം മുൻപാണ് മാർച്ച് ഉദ്ഘാടനം ചെയ്തത്. എന്താണ് വി ഡി സതീശൻ, മുഖ്യമന്ത്രി നിങ്ങൾ എന്ത് കമ്മ്യൂണിസ്റ്റാണ് എന്ന് തുടങ്ങിയ ചോദ്യങ്ങൾ അവിടെ വി ഡി സതീശൻ ചോദിക്കുന്നുണ്ടായിരുന്നു. സമരം ചെയ്താൽ തൊഴിലാളിയെ അധിക്ഷേപിക്കുന്നു, ആരോടാണ് നിങ്ങൾ യുദ്ധം ചെയ്യുന്നത് തുടങ്ങിയുള്ള കാര്യങ്ങളാണ് പ്രതിപക്ഷ നേതാവ് അവിടെ ചോദിച്ചത്. ആശാവർക്കർമാരുടെ സമരം ഇപ്പോൾ നിയമസഭയിലേക്ക് പോകുന്നു. ആ സമരം അതിനടുത്ത ഘട്ടത്തിലേക്ക് പോകുന്നു. ആശാവർക്കർമാരുടെ ആ സമരാവശ്യങ്ങളോട് അനുകൂലമായി ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതികരണം ഇതുവരെ ഉണ്ടാവുന്നില്ലെന്ന് മാത്രമല്ല, സമരത്തെ അധിക്ഷേപിക്കാനുള്ള പല നീക്കങ്ങൾ ഈ ദിവസങ്ങളിൽ കേരളം കേൾക്കുന്നുമുണ്ട്. തുടർന്നാണ് ഇപ്പോൾ നിയമസഭാ മാർച്ച്. സലീം മാലിക് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സലീം, നിയമസഭാ മാർച്ചിൽ ആശാവർക്കർമാരുടെ പങ്കാളിത്തം എങ്ങനെയാണ്? ഹാഷ്മി, വലിയ പങ്കാളിത്തം ആ നിയമസഭാ മാർച്ചിൽ ആശാവർക്കർമാർക്ക് ആ സംഘടനയ്ക്ക് ഉറപ്പാക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ സർക്കാർ പറഞ്ഞത്, തുടക്കത്തിൽ ആദ്യ ദിവസങ്ങളിൽ ആശാവർക്കർമാരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് വന്നതുകൊണ്ടാണ് ഈ മഹാസംഗമത്തിന് ഉൾപ്പെടെ ആൾ വന്നത്. ഇപ്പോൾ സർക്കാരിന് ആളുകൾക്ക് ആശാവർക്കർമാർക്ക് കാര്യങ്ങൾ ബോധ്യപ്പെട്ടു, അതുകൊണ്ട് സമരം കൂടുതൽ ദുർബലമായി എന്നുള്ളതായിരുന്നു ഒരു അവകാശവാദം. പക്ഷേ സമരം തെല്ലും ദുർബലമായില്ല എന്ന് മാത്രമല്ല, കൂടുതൽ ശക്തി ആർജിക്കുന്നു എന്നുള്ളതാണ് ആശാവർക്കർമാരുടെ പങ്കാളിത്തത്തിൽ നിന്നും നമ്മൾ മനസ്സിലാക്കുന്നത്. ആയിരക്കണക്കിന് പേരെ ഇവിടെ ഈ സമരവുമായി ബന്ധപ്പെട്ട് പങ്കെടുപ്പിക്കാൻ ഈ സമരക്കാർക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് കൂടി നമ്മൾ കാണണം. അങ്ങനെ വലിയ സമരം, അത് എല്ലാ നിലയിലും ഒരു വലിയ സമരം എന്ന നിലയിലേക്ക് തന്നെ അവർക്ക് സംഘടിപ്പിക്കാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ ഈ സമരം വലിയ പങ്കാളിത്തത്തോടു കൂടി പോവുകയാണ്. നേരത്തെ പറഞ്ഞിരുന്നത് ഇവിടെ ഇത്തരത്തിൽ ആളുകൾ തെറ്റിദ്ധരിപ്പിച്ചാണ് ആശാവർക്കർമാരെ കൊണ്ടുവന്നത്, അവർ കാര്യങ്ങൾ ബോധ്യപ്പെട്ടു എന്നുള്ളതാണ്. പക്ഷേ ഇന്ന് നല്ല പങ്കാളിത്തമുണ്ട്. ആശമാർക്ക് ഒരു തെറ്റിദ്ധാരണയുമില്ല, ഗവൺമെന്റിനാണ് തെറ്റിദ്ധാരണ. അത് ഇന്ന് മാറിക്കിട്ടും. ഞങ്ങളെ അധിക്ഷേപിച്ചു, ആക്ഷേപിച്ചു, ഈർക്കലികളെന്ന് പറഞ്ഞു. ഞങ്ങളിന്ന് എല്ലാ ഈർക്കലികളും ഒന്നിച്ചു ചേർത്തിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഐക്യദാർഢ്യം കുറിച്ച് വിവിധ സംഘടനകൾ ഉൾപ്പെടെയുള്ളവർ രംഗത്ത് വരുന്നുണ്ട്. അതിനിടയിൽ കഴിഞ്ഞ ദിവസം നിങ്ങളുടെ ഭാഗത്തു നിന്ന് തന്നെ ഒരു കുറിപ്പുണ്ടായിരുന്നു, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും ബന്ധം നമ്മൾ അങ്ങോട്ട് ആവശ്യപ്പെട്ടിട്ടില്ല, അവർ അല്ലാതെ തന്നെ ഞങ്ങൾക്ക് പിന്തുണ നൽകുന്നത് എന്നുള്ളതാണ്. ആ നിലയിൽ തന്നെയല്ലേ? തീർച്ചയായിട്ടും ഒരു ജനകീയ സമരമുഖത്തേക്ക് ആർക്ക് വേണമെങ്കിലും വരാം. ഇത് തെരഞ്ഞെടുപ്പ് മുന്നണിയൊന്നുമല്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് ആരോടും ഭ്രഷ്ടില്ല. പക്ഷേ ഞങ്ങളെ പിന്തുണയ്ക്കാൻ വന്ന രാഷ്ട്രീയ പാർട്ടികളോട് ഞങ്ങൾ വളരെ വ്യക്തമായി പറഞ്ഞു, ഞങ്ങൾക്ക് കേന്ദ്രത്തോടും സംസ്ഥാനത്തോടും ഒരേപോലെ ഞങ്ങൾക്ക് വിമർശനമുണ്ട്. ഇപ്പോൾ ഞങ്ങൾ സംസ്ഥാന സർക്കാരിനെതിരെയാണ് സമരം ചെയ്തത് എന്ന് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ. ഹാഷ്മി, അങ്ങനെയാണ് ആയിരക്കണക്കിന് ആളുകളെ ഇവർക്ക് പങ്കെടുപ്പിക്കാൻ കഴിഞ്ഞു. മാത്രമല്ല, അല്പസമയം മുൻപ് ഈ ആശാവർക്കർമാർ നിയമസഭയിലേക്ക് മാർച്ച് ആരംഭിക്കുന്നതിന് തൊട്ടു മുൻപാണ് കോൺഗ്രസിന്റെ സെക്രട്ടേറിയറ്റ് മാർച്ച് കൂടി വന്നത്. ആശാവർക്കർമാർക്ക് ഐക്യദാർഢ്യം അർപ്പിച്ചുകൊണ്ടാണ് കോൺഗ്രസിന്റെ സെക്രട്ടേറിയറ്റ് മാർച്ച് അവിടേക്ക് വന്നത്. കോൺഗ്രസ് ഇവരെ അഭിവാദ്യം ചെയ്തതിന് ശേഷമാണ് ഇവരുടെ അവിടെ നിന്നും സെക്രട്ടേറിയറ്റിന് മുൻപിൽ നിന്നും രണ്ട് സമരങ്ങളും ഒന്നിച്ചു ചേർന്ന് കണ്ടതിന് ശേഷമാണ് ഇവർ നിയമസഭയിലേക്കുള്ള മാർച്ച് ആരംഭിച്ചത്. അതിന് പിന്നാലെ പ്രതിപക്ഷ നേതാവ് കോൺഗ്രസിന്റെ മാർച്ച് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഈ വിഷയം ഉന്നയിക്കുകയും ചെയ്തു. നിയമസഭയിൽ ഉൾപ്പെടെ ഇക്കാര്യങ്ങൾ ചർച്ചയായെങ്കിലും അനുകൂലമായ നിലപാട് സ്വീകരിക്കാൻ സർക്കാർ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ചും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അവർ ഈ സമരം തുടങ്ങിയപ്പോൾ, ആദ്യഘട്ടത്തിൽ സമരം തുടങ്ങുമ്പോൾ സർക്കാർ പറഞ്ഞിരുന്നത് ഒരാവശ്യങ്ങളും തൽക്കാലം പരിഗണിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. പക്ഷേ ഇവർ പരിഹസിച്ച ഇവരുടെ ഈ സമരത്തിന്റെ ശക്തി കൊണ്ടായിരിക്കണം സർക്കാരിന് ചില കാര്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യേണ്ടി വന്നത്. കാരണം സാമ്പത്തിക പ്രതിസന്ധി മൂലം തൽക്കാലം മുടങ്ങിക്കിടക്കുന്ന ഓണറേറിയം തൽക്കാലം അനുവദിക്കാൻ തരമില്ല എന്ന് പറഞ്ഞ സർക്കാർ ആദ്യം 2 മാസത്തെ ഓണറേറിയം അനുവദിച്ചു. അതിന് പിന്നാലെ ദിവസങ്ങൾക്ക് മുൻപ് അവസാനത്തെ 3-ാം മാസത്തെ കൂടി, ജനുവരി മാസത്തെ കൂടി ഓണറേറിയം അനുവദിച്ചതോടുകൂടി നിലവിൽ ഓണറേറിയം കുടിശ്ശികയില്ല. ഒപ്പം തന്നെ ഓണറേറിയത്തിന്റെ മാനദണ്ഡം കൂടി ഏർപ്പെടുത്തണം എന്നുള്ളത് നേരത്തെ ഇവരുടെ ഒരു മാനദണ്ഡം പിൻവലിക്കണം എന്നുള്ളത് കൂടി ഇവരുടെ ആവശ്യമായിരുന്നു. അതും പിൻവലിച്ചു. പക്ഷേ ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം, ഇപ്പോഴും ഈ സമരം തുടരുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം ഓണറേറിയ വർധനയും ഒപ്പം തന്നെ വിരമിക്കൽ ആനുകൂല്യം നൽകുക എന്നുള്ളതുമാണ്. നിലവിൽ 7000 രൂപയാണ് ഇവർക്ക് ഓണറേറിയം ഉള്ളത്. ആ ഓണറേറിയം 21,000 രൂപയിലേക്ക് വർദ്ധിപ്പിക്കണം എന്നുള്ളതാണ് ആശാവർക്കർമാർ പറയുന്നത്. ഒപ്പം തന്നെ വിരമിക്കൽ ആനുകൂല്യമായി 5 ലക്ഷം രൂപ നൽകണമെന്നും ഇവർ ആവശ്യപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ചും 62 വയസ്സാകുമ്പോൾ വിരമിക്കുകയാണ്. അപ്പോൾ ഒരു ആനുകൂല്യവുമില്ലാതെ, ഒരു സേവനങ്ങൾ ഇത്രയും കാലം സേവനം ചെയ്തവർക്ക് ഒരു സഹായങ്ങളും നൽകാതെയാണ് പിരിച്ചുവിടുന്നത്. അതുകൊണ്ട് തന്നെ അതിനുശേഷമുള്ള അവരുടെ ജീവിതം ദുസ്സഹമാകുന്നു എന്നുള്ളതുൾപ്പെടെ ആരോപിച്ചായിരുന്നു ഇവർ ഈ സമരം തുടങ്ങിയത്. പക്ഷേ ഇപ്പോഴും സർക്കാരിന് ഇവരോട് വല്ലാത്ത അയിത്തമാണ് എന്ന് തോന്നുന്നു. കാരണം ആദ്യ ദിവസങ്ങളിൽ പോലും ഈ ഒരു ചർച്ച നടത്തി, ഒരു മുന്നൊരുക്കവും ഇല്ലാതെ ആരോഗ്യമന്ത്രി ഒരു ചർച്ച വിളിച്ചതല്ലാതെ പിന്നീട് ഇവരെ ചർച്ചയ്ക്ക് വിളിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, സമരക്കാരെ നിരന്തരം അധിക്ഷേപിക്കുന്ന പ്രസ്താവനകളാണ് ഓരോ നേതാക്കളും, CPM-ന്റെയും CPI-യുടെയും ഒപ്പം തന്നെ CPM-ന്റെയും CITU-വിന്റെയും ഒക്കെ നേതാക്കന്മാർ നടത്തിയത്. അല്ല സലീം, സുരേഷ് ഗോപി ഇന്നലെ 2 തവണ സമരപ്പന്തലിൽ വന്നു. അപ്പോൾ സുരേഷ് ഗോപിയോട് ഈ പറയുന്ന കേന്ദ്രത്തിന്റെ ആവശ്യങ്ങളെ കുറിച്ച് ചോദ്യമൊന്നും ചോദിച്ചില്ല.
അപ്പോൾ അതൊരു സംഘപരിവാർ സ്പോൺസേഡ് സമരമാണ് എന്ന തരത്തിലുള്ളൊരു നറേറ്റീവ് ചില ഭാഗങ്ങൾ ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അതിനോട് ആശമാരുടെ മറുപടി എന്താണ് സലിം? ഹാഷ്മി, ഇന്നലെ സുരേഷ് ഗോപി സമരപ്പന്തൽ സന്ദർശിച്ചതിന് ശേഷമാണ് ഈ ആശാ വർക്കേഴ്സിന്റെ ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ എന്ന സംഘടനയുടെ നേതൃത്വത്തിലാണ് ഈ സമരം നടക്കുന്നത്. ആ സംഘടനയുടെ ഒരു ഔദ്യോഗിക പ്രസ്താവന പുറത്തിറങ്ങിയത് അത് സുരേഷ് ശേഷമാണ്. ആ പ്രസ്താവനയിൽ പറയുന്നത് ഇങ്ങനെയാണ്: സംസ്ഥാന സർക്കാരുകളോട് ഒരേ സമീപനമാണ്, രണ്ടുപേരും ആശാ വർക്കർമാരുടെ ആനുകൂല്യങ്ങളിൽ ഇടപെടുന്നില്ല എന്നുള്ളത് തന്നെയാണ് അഭിപ്രായം. നിലവിൽ സെക്രട്ടേറിയറ്റിന് മുൻപിൽ സമരം ചെയ്യുന്നത് സംസ്ഥാന സർക്കാരിന് ഇടപെട്ട് നടത്തിത്തരാവുന്ന ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സംസ്ഥാന സർക്കാരിനെതിരെ സെക്രട്ടേറിയറ്റിന് മുൻപിൽ സമരം ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇതേ അസോസിയേഷൻ, ഇതേ സംഘടന ദിവസങ്ങൾക്ക് മുൻപ് പാർലമെന്റിലേക്ക് മാർച്ച് നടത്തിയിരുന്നു. CITU ഉൾപ്പെടെയുള്ള സംഘടനകളെയും യോജിപ്പിച്ചുകൊണ്ട് വിവിധ സംസ്ഥാനങ്ങളിൽ അതത് സംസ്ഥാന സർക്കാരുകൾക്കെതിരെ മാർച്ച് നടത്തുന്നുണ്ട്, പ്രതിഷേധം നടത്തുന്നുണ്ട്. അപ്പോഴൊക്കെയും CITU ഉൾപ്പെടെയുള്ളവർക്ക് സംസ്ഥാന സർക്കാരിനാണ് ഈ ആശാവർക്കർമാരുടെ ഇത്തരത്തിലുള്ള ഓണറേറിയ വർധന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നിലപാടെടുക്കേണ്ടത് എന്നാണ് അഭിപ്രായം. കേരളത്തിൽ മാത്രമാണ് മറ്റൊരു അഭിപ്രായം എന്നുള്ളതാണ്. മാത്രമല്ല, പാർലമെന്റിലേക്കുള്ള മാർച്ച് കേന്ദ്ര സർക്കാർ നടത്തിത്തരേണ്ട ആവശ്യങ്ങളെക്കുറിച്ചാണ് എന്നുകൂടി പറയുകയും ചെയ്യുന്നു. ആ നിലയിൽ ഈ ഒരേ സമയം തന്നെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ തള്ളിക്കൊണ്ടാണ്, അതല്ലെങ്കിൽ അവരുടെ മുൻപിൽ ആവശ്യം ഉയർത്തിക്കൊണ്ടാണ് ഈ സമരം തുടരുന്നത് എന്നുള്ളതാണ് പറയുകയും ചെയ്യുന്നത്. സമരത്തിന് വലിയ പങ്കാളിത്തമുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾ ഈ പങ്കാളിത്തം ഉണ്ടാകുമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ CITU ഉൾപ്പെടെയുള്ള നേതാക്കൾ പറഞ്ഞിരുന്നത് തെറ്റിദ്ധരിപ്പിച്ചു കൊണ്ടുവന്നിരുന്ന ആശാവർക്കർമാരൊക്കെ തിരികെ ജോലിയിൽ പ്രവേശിച്ചു, നിങ്ങൾക്ക് ഇനി സമരത്തിന് അധികം ആളുണ്ടാവില്ല എന്നുള്ളതാണ്. അതെന്താന്ന് ഇപ്പൊ തെളിയിച്ചിരിക്കുമല്ലേ? തെറ്റിദ്ധരിച്ചാണോ സ്വയം ബോധ്യപ്പെട്ടാണോ ഈ ആശമാരെല്ലാം വന്നിരിക്കുന്നതെന്ന് തെളിയിച്ചിരിക്കുകയാണല്ലോ. അവരുടെ വാദഗതികളെല്ലാം അസംബന്ധങ്ങളാണ്, സത്യവുമായി യാതൊരു ബന്ധവുമില്ലാത്തതാണെന്ന് തെളിയിച്ചതാണല്ലോ ഇന്നത്തെ പങ്കാളിത്തം. അതുപോലെ തന്നെ ഈ കേന്ദ്ര സർക്കാരിനെതിരെ നിങ്ങൾ വിമർശനം ഉന്നയിക്കുന്നില്ല എന്നുള്ളതായിരുന്നു ഒരു ആക്ഷേപം. ഇന്നലെ നിങ്ങളൊരു പ്രസ്താവന പുറത്തിറക്കിയിരുന്നു. പക്ഷേ കേന്ദ്രത്തിനെതിരെ കൂടെ നിങ്ങൾ സമരം ചെയ്യേണ്ടതല്ലേ? തീർച്ചയായിട്ടും കേന്ദ്രത്തിനെതിരെ നമ്മൾ സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഇതിപ്പോ ഓണറേറിയം വർദ്ധിപ്പിച്ചു തരേണ്ടത് സംസ്ഥാന സർക്കാരല്ലേ? അവരാണ് തരുന്നതെന്നല്ല അവർ ഇക്കാലം അത്രയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവര് 21,000 രൂപക്കാന്ന് പറഞ്ഞ അവരല്ലേ? അതുകൊണ്ടാണ് നമ്മൾ അവർക്കെതിരെ സമരം നടത്തുന്നത്. നമുക്ക് എവിടെയൊക്കെ എന്തൊക്കെ സമരം നടത്തണമെന്ന് നല്ല ബോധ്യമുള്ള ആളുകളാണ്. ഇവിടെ സംസ്ഥാന സർക്കാരിനെതിരെ പറയുമ്പോൾ കേന്ദ്രത്തിൽ പോകുന്നത്, ഇവർ മറ്റ് സംസ്ഥാനങ്ങളിൽ സമരം നടത്തുന്ന ഹരിയാനയിലും ബംഗാളിലും അടക്കം വലിയ സമരം നടത്തിക്കൊണ്ടിരിക്കുന്ന ആൾ അവിടുത്തെ സംസ്ഥാന സർക്കാരിനെതിരെ. അപ്പോൾ ഈ അഭിപ്രായമില്ലേ? ഇവിടെ സമരം ചെയ്യുമ്പോൾ ഞങ്ങൾ കേന്ദ്രത്തിൽ പോകണമെന്ന് പറയുന്നത് ഇതെന്തൊരു ഇരട്ടത്താപ്പാണ്. സുരേഷ് ഗോപി ഉൾപ്പെടെ വി മുരളീധരൻ ഉൾപ്പെടെയുള്ള BJP നേതാക്കൾ സമരപ്പന്തലിൽ പല ദിവസങ്ങളിൽ സന്ദർശിച്ചിട്ടുണ്ട്. അപ്പോൾ കേന്ദ്രത്തിന്റെ ഇടപെടൽ നിങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു? ഞങ്ങൾ അവരവിടെ വന്ന സാഹചര്യത്തെ കേന്ദ്രത്തിനെതിരായിട്ടുള്ള ഒരു നീക്കമായിട്ടാണ് ഞങ്ങൾ നടത്തിയത്. അവർ ഇടപെടണമെന്ന് ആവശ്യപ്പെട്ടു, ഇൻസെന്റീവ് വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടത് അടക്കമുള്ള കാര്യങ്ങൾ ഞങ്ങളോട് അവർ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ അവരോട് പറഞ്ഞിട്ടുണ്ട്. നിയമസഭയിലേക്കുള്ള ആശാ വർക്കേഴ്സിന്റെ പ്രതിഷേധ മാർച്ച് ആരംഭിച്ചിരിക്കുന്നു. സമരം തുടങ്ങി 22ാം ദിനമാണ് അവർ പ്രതിഷേധം കടുപ്പിച്ചിട്ടുള്ളത്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടുള്ള ആശാ വർക്കേഴ്സിന്റെ പ്രതിഷേധ സമരം അത് നിയമസഭയിലേക്ക് പുരോഗമിക്കുന്നു.